ആശ്വാസമാണ്. കോഴിക്കോടും മഴയ്ക്ക് ശമനം വന്നെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ വീടുകളിലേക്ക് ആളുകൾ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളടക്കം പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും മഴക്കെടുതി അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾക്ക് മാറ്റമില്ലാതെ തുടർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളും ഇപ്പോഴും വെള്ളത്തിലുള്ള ഒരു അവസ്ഥയാണ്. ചേട്ടാ, എവിടെ വീട്? എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെയുണ്ട് വെള്ളം? വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇറങ്ങി പൂർണ്ണമായിട്ട് ഇറങ്ങിയോ? വീട്ടിൽ നിന്നൊക്കെ പൂർണ്ണമായോ? ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? അതോ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്തവണ ഇത്തിരി പെട്ടെന്ന് കയറുകയും ഇറങ്ങാൻ വളരെ താമസം വരികയും 2 ദിവസം പിടിച്ച്. അത് കോരപ്പയിൽ എന്തോ പാലത്തിന്റെ പണിക്ക് മണ്ണ് കുറെ ഇട്ടതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ സാധാരണ ഇത്ര പെട്ടെന്ന് അറിയാറില്ലെന്ന് തോന്നുന്നല്ലേ? കുറച്ച് സമയം എടുത്തൊക്കെ ആയിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതെ അതെ. ഇറങ്ങാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ വന്നാൽ അതുപോലെ ഇറങ്ങി പോയേനെ അല്ലേ? ഈ പുഴയുടെ ആഴം കുറഞ്ഞതും മണൽ വാരാത്തതൊക്കെ മരങ്ങളൊക്കെ ബ്ലോക്കായി കിടക്കുക. അതാണ് പ്രശ്നങ്ങൾ. ആളുകൾ എന്തായാലും ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായി ക്യാമ്പുകളിൽ നിന്നും മറ്റുമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ദിവസമാണ്. അവർക്ക് പലയിടങ്ങളിലായി ബന്ധുവീടുകളിലും അല്ലെങ്കിൽ സമീപത്തെ അയൽവാസികളൊക്കെ ആയ ആളുകളുടെ വീടുകളിലും ഇരുനില വീടുകളുടെ മുകൾ നിലയിലുമൊക്കെ കഴിഞ്ഞ ആളുകളാണ്. ഒപ്പം ക്യാമ്പിൽ തന്നെ ജില്ലയിൽ 1000-ലധികം ആളുകളാണ് ഇപ്പോഴും തുടരുന്നത്. അവർ പലരും ആ വീടുകളിലേക്ക് എത്തി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും കുട്ടികളൊക്കെയായി ഇവിടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം. ഈ സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. ഈ പ്രളയം കഴിഞ്ഞ് ഈ മലിന ജലത്തിലുള്ള ഒരു ജീവിതം എന്തായാലും സാധാരണ നിലയിലേക്ക് ജനത്തിൻ്റെ ജീവിതം എത്താൻ വൈകും. വെറും ഒറ്റ രാത്രി കൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ വെള്ളം നിറഞ്ഞത്. പക്ഷേ അത് ഇറങ്ങിപ്പോകാൻ 2-3 ദിവസത്തിലധികം സമയമെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വീടുകളിലേക്ക് താമസം മാറ്റാമെന്നാണ് പലരും കരുതുന്നത്. ചില ആളുകളൊക്കെ വീടുകളിലേക്ക് എത്തി നോക്കുന്നെങ്കിലും അവരുടെ വീടുകളിലെ വെള്ളം പൂർണ്ണമായി തീരാത്തതിനാൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാത്തതിനാൽ ക്ലീനിങ് നടക്കാതെ മടങ്ങിയ ആളുകളുമുണ്ട്. എന്തായാലും അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നിൽക്കുന്നത്. ഇത്തരത്തിൽ കാലാവസ്ഥ നിന്നാൽ വീടുകളിലേക്ക് 1-2 ദിവസങ്ങളിൽ മാറി അവരുടെ ജീവിതം സാധാരണഗതിയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആളുകൾ. തിങ്കളാഴ്ച മണ്ണിടിച്ചിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.